കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ കോട്ടയം കൈപ്പുഴ ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 19 അതിനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തിരുവല്ലയിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നു പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്ന ഫ്രണ്ട്സാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവകൃപയാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഞാൻ നിയോഗം വെച്ചിരുന്നത് OET എക്സാം പാസ്സാകണം എന്നായിരുന്നു. ഞാൻ സെപ്റ്റംബർ 2022 OET എക്സാം എഴുതി. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ഭയങ്കര ചുമയും വീസിങ് ഒക്കെ ആയിരുന്നു. എക്സാമിൻ്റെ തലേ ദിവസവും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം പോകുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം നെറ്റിയിലും ചെവിയിലും നാക്കിലുമൊക്കെ പുരട്ടി ഉപ്പിട്ട് വെള്ളം കുടിച്ചു. എന്നിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത്. ദൈവകൃപയാൽ എക്സാമിൻ്റെ 4 മണിക്കൂറും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു. റീഡിംഗ് ആയിരുന്നു ഏറ്റവും പാട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗ് ഒഴികെ 3 മൊഡ്യൂളും കിട്ടി. ഞാൻ ജനുവരിയിൽ വീണ്ടും റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തു. പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ചെയ്തില്ല. മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് ഞാൻ എക്സാമിന് പോയി. ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. പിന്നെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് തുടങ്ങി. ആ സമയത്ത് അതിൻ്റെ ഒരു പകുതിയായ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പ്രോസസ്സിങ് ഒരു പകുതി വെച്ച് എനിക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ 2024 ജനുവരിയിൽ കുഞ്ഞുണ്ടായതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അഡ്മിഷൻ കിട്ടുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ജൂലൈക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് പ്രോസസ്സിങ് റീസ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു. മാതാവിനോട് മധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ ന്യൂസിലാൻഡിൽ പോയി ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അവിടെ എനിക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് മലയാളികളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർ എന്നെ പള്ളിയിലൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ ഉടനെ മാതാവിനെക്കുറിച്ച് പറയും, കൃപാസനത്തെക്കുറിച്ച് പറയും, ഉടമ്പടി എടുക്കണം, പ്രാർത്ഥന ചൊല്ലി ഉറപ്പായിട്ടും മാതാവ് അനുഗ്രഹിക്കും എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ആയി. പക്ഷേ അവിടെ വെച്ച് ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും റിജക്ഷനാണ് വന്നിരുന്നത്. ന്യൂസിലാൻഡിൽ പോയി ക്യാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ സെപ്റ്റംബർ 14 മുമ്പ് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 9 എനിക്കൊരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. സെപ്റ്റംബർ 12 ആയപ്പോൾ ഇൻ്റർവ്യൂ സക്സസ് ആണെന്ന് പറഞ്ഞു. അവരെനിക്ക് PR ആണ് ഓഫർ ചെയ്തത്. ആ സമയത്തും അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നാട്ടിൽ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം, എന്നെ അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 20 ഞാൻ നാട്ടിലോട്ട് വന്നു. 26 നടന്ന ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവ് PR വെക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കണം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലും അതുപോലെ US വർക്ക് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിസയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിസയ്ക്ക് വെക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഓക്കെ, ഞാൻ ഇവിടെ വന്ന് നിൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് വേണ്ടി ഒരു നിയോഗം വെച്ചു. അദ്ദേഹം കൈപ്പുഴയിൽ നിന്ന് ഇവിടം വരെ നടന്നു വന്നു. ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അദ്ദേഹം ഇവിടെ നടന്നു വന്നു. രാത്രിയിൽ അവിടുന്ന് പോകുന്നു. എനിക്കും ഹസ്ബൻഡിന് മാത്രമേ അത് അറിയാവുള്ളൂ. ഇവിടെ നടന്നു പോകുന്നു. ഇവിടെ രാവിലെ എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി, ഭയങ്കര തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു പറഞ്ഞു. ഇവിടെ ക്യൂ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല. പക്ഷേ അവിടെ കൗണ്ടറിൽ നിന്ന് ആൾ പറഞ്ഞു, മോനെ, നിൻ്റെ വൈഫോ ആരെങ്കിലും വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല, നീ പ്രാർത്ഥിച്ചാൽ മതി, ആളോട് വന്ന് ഉടമ്പടി പുതുക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം അവിടെ മാതാവിന് മുമ്പിൽ കുറേ നേരം അവിടെ കിടന്നു. ക്ഷീണമൊക്കെ മാറിയപ്പോൾ
മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. ഞങ്ങളെല്ലാവരും PR-ന് വെച്ചു. അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു, എങ്ങാനും റിജക്ഷൻ ആവുമോ, എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ എല്ലാം വിസ റിജക്ഷൻ ആവുമോ എന്ന് പേടിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവേ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അഡീഷണലായിട്ട് ഒരു ഡോക്യുമെൻറ്റ്സ് പോലും ചോദിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ഗ്രാൻഡാക്കി തരണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും ഇവിടെ ഫെബ്രുവരി 19 വന്ന് ഉടമ്പടി പുതുക്കി. മെഡിക്കൽ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് മാത്രം അവരൊന്നും കൂടെ മെഡിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് എക്സ്റേയിൽ പ്ലൂറൽ ഇഫ്യൂഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് എക്സ്റേ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്തും ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പിട്ട് വെള്ളം കൊടുത്തും അതിനുശേഷമാണ് ഉടമ്പടി കാശ് രൂപം കയ്യിൽ കൊടുത്താണ് ഞാൻ വിട്ടത്. മെഡിക്കൽ സക്സസ് ആയിരുന്നു. പക്ഷേ വിസ ഗ്രാൻഡ് ആകാനായിട്ട് കുറച്ച് ഡിലേ ആയി, ഏകദേശം 3 മാസത്തിനപ്പുറം എടുത്തു. ഞങ്ങൾ ഏജൻറ്റിനോട് ചോദിക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമില്ല, ആയിക്കോളും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു വിഷമം കിടക്കുന്നതാണ്, അതുകൊണ്ടാണ് വിസ ഡിലേ ആകണമെന്ന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. എങ്കിലും അമ്മ മാതാവ് ഏപ്രിൽ 1 തീയതി ഒരു കുഴപ്പവും കൂടാതെ മറ്റ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ഗ്രാൻഡാക്കി തന്നു. ഞാൻ 8 തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അവരെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, എങ്കിലും ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്നുള്ളൂ. അതുപോലെ തന്നെ ആദ്യം ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ രണ്ടാമതായി വെച്ചത്, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മ മാതാവ് എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഗ്രാറ്റുവിറ്റി ഗ്രാൻഡാക്കി തന്നു. പിന്നെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം, ആദ്യമൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ എല്ലാ ദിവസവും ചെല്ലത്തില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലും, ദൈവവചനം വായിക്കും, പള്ളിയിൽ പോകും. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഹസ്ബൻഡ് പോകും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്, പൈസയായിട്ട് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുമായിരുന്നു എല്ലാം. പിന്നെ ഫുഡ്, ഞാൻ ബുധനാഴ്ച ദിവസം ഒരു നേരം എടുക്കുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഞാൻ ഓരോ പൊതിച്ചോറും കെട്ടുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇത് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ വിതരണം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു അർഹതപ്പെട്ടവർക്ക്. പിന്നെ പത്രം വിതരണം ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജിലും ESIയിലും ഒക്കെയാണ്. അവിടെ പോയി രോഗികളെ കാണും, ഓരോരുത്തരോടും കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞാണ് ഞാൻ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. റോമ 10:13 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും